എങ്ങനെയുണ്ട് നിന്നെ കാണാൻ? ഇന്ന് ഞങ്ങളെ ജിമ്മിലെ ഓണപരിപാടിയാണേ. അപ്പൊ ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം, വാ. ഇതാണ് ഞങ്ങളെ അത്തപ്പൂക്കളം. നല്ല അടിപൊളിയായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനോഗ്രേഷൻ പരിപാടികൾ ചെറുതായിട്ട് അങ്ങ് കഴിഞ്ഞുപോയി. ഞങ്ങളെ ജിമ്മൻ മാവേലിനെ കണ്ടോ? മാവേലിയുടെ വക ഒരു സ്പെഷ്യൽ ബോഡി ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കലാപരിപാടികൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. എല്ലാ മെമ്പേഴ്സിൻ്റെ വകയും നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. തിരുവാതിരക്കളിയും ഗ്രൂപ്പ് ഡാൻസും പാട്ടും അങ്ങനെ കുറേ പരിപാടികൾ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ഓണപരിപാടി? പൊളി മോഡ് പരിപാടി, പൊളി. സത്യം പറഞ്ഞാൽ സദ്യ കഴിക്കാനായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്തിരുന്നത്. നല്ല അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ പലവിധ വിഭവങ്ങളായി വിളമ്പാൻ തുടങ്ങി. ഉപ്പ്, പച്ചടി, ശർക്കര, ഓലൻ, കാളൻ, സാമ്പാർ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി. അങ്ങനെ ഓണം പ്രമാണിച്ച് ഇതെൻ്റെ മൂന്നാമത്തെ സദ്യയാണ് കേട്ടോ. എല്ലാ സദ്യകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എന്നാൽ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ വമ്പൻ മത്സരങ്ങൾ വരുന്നുണ്ട്. സദ്യ കഴിച്ച് കഴിയുമ്പോഴേക്കും പായസവും പപ്പടവും കൂട്ടിയിട്ടൊരു പിടി പിടിക്കണം. അതൊരു അടാറ് കോംബോ തന്നെ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ അങ്ങ് വിളമ്പൽ സെക്ഷനിലേക്ക് മാറി. ഇവിടെ മത്സരങ്ങൾ തുടങ്ങി കേട്ടോ. കുട്ടികളെ മത്സരമായി, ആണുങ്ങളെ മത്സരം വേറെ, പെണ്ണുങ്ങളെ മത്സരം വേറെ, അങ്ങനെ പല സെക്ഷനുകളായിട്ട് മത്സരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ വാശിയേറിയ വടംവലി മത്സരം നടക്കാനും നമ്മള് ലേഡീസിൽ ഞങ്ങള് 8-2 ലേഡീസ് ബാച്ച് ഫസ്റ്റ് അടിച്ചു. ഇനി തോണി മത്സരം 8-2. ആർമാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞങ്ങളാണ് കേട്ടോ ജയിച്ചത്. ഞാൻ പങ്കെടുക്കുന്ന രണ്ടാമത്തെ ഓണപരിപാടിയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. പരിപാടിയെല്ലാം കളറാക്കി എല്ലാവരോടും ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു.